കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നോക്കാം. അപ്പോൾ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കോവയ്ക്കേനെ നീളത്തിൽ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ പോണേലും അരമണിക്കൂർ മുമ്പ് ഈ കോവയ്ക്കയിൽ നമ്മൾ ഉപ്പ് തിരുമ്മി വെക്കണം. അങ്ങനെ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കോവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വന്നു തുടങ്ങും. അങ്ങനെ വെള്ളം വന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അങ്ങനെ കോവയ്ക്ക നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഉണക്കമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ക്രഷ് ചെയ്ത ഉണക്കമുളക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ കോവയ്ക്ക ഫ്രൈ ആക്കാന്ന്. ഈ കോവയ്ക്കയിൽ ഉപ്പ് തിരുമ്മി വയ്ക്കുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കണം. ഈ ഒരു അരമണിക്കൂർ ഇതിങ്ങനെ തന്നെ വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വന്നു തുടങ്ങും. ഇതിൽ നിന്ന് വെള്ളം പിഴിഞ്ഞ് കളയുക. ഈ കോവയ്ക്ക ഉപ്പ് തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. എന്നിട്ട് ആദ്യം ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മാം. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതേപോലെ കോവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സാധാരണ നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആയിരിക്കില്ല. കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയ്ക്കും വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഈ കോവയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മുരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കോവയ്ക്ക ചേർക്കുക. കോവയ്ക്ക ഒന്ന് പതുക്കെ ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് ഇതിലേക്ക് സവോളയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതേപോലെ ആദ്യം നമ്മൾ മൊരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞളിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ പൊടി നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്പം തന്നെ മൊരിയും. അത് കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ചേർക്കാം. ഈ കോവയ്ക്ക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വയ്ക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വിടർത്തി വയ്ക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഈ കോവയ്ക്ക ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും സവോളയും കറിവേപ്പിലയും ചേർക്കാം. ഏറ്റവും ആദ്യം ഉണക്കമുളക് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ആദ്യം നമ്മൾ ഉണക്കമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ പതുക്കെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഉണക്കമുളക് ചേർക്കാം. പിന്നെ സവോളയും പതുക്കെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ സവോളയുടെ ഉള്ളിലെ വെള്ളം കൊണ്ട് ഈ കോവയ്ക്ക ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് നമുക്ക് സവോളയും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. നമ്മൾ ഇതിനകത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാലും ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല കട്ടിയുള്ള പാനിൽ ചൂട് നന്നായിട്ട് നിൽക്കും.
നമ്മൾ കനം കുറഞ്ഞ പാനിലാണ് ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് പുക കയറി പിടിക്കുകയും ചെയ്യും, അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഈ കോവയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.